Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം മിസ് മറ്റേ ഡിഫിബ്രിലേറ്റർ പറഞ്ഞില്ലേ? ആരോ ചോദിച്ചിട്ട് ഇന്ന് പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലേ? ജസ്റ്റ് ഡിഫിബ്രിലേറ്ററിന്റെ ഒരു വീഡിയോ മിസ് കാണിച്ചു തരാം. നോക്കിയേ, മിസ് പറയുന്നതിലും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കേട്ടോ. Okay, miss. ആ മോണിറ്ററില് പേഷ്യന്റിന്റെ ഹാർട്ട് ബീറ്റ് കാണിക്കുന്നതുണ്ടോ? ക്ലിയർ ആയോ? നമ്മ ഇലക്ട്രോഡ്സില് എന്താണ് ജെല്ലൊക്കെ വെച്ച് കാണിട്ട് ആ പേഷ്യൻസിന്റെ ഹാർട്ടില് ചെസ്റ്റിന്റെ അവിടെ വെച്ചിട്ട് പേഷ്യന്റിന് എന്ത് കൊടുക്കാണ്? ഷോക്ക് കൊടുത്തിട്ട്, ഇലക്ട്രോൺ ഷോക്ക് കൊടുത്തിട്ട് ആ പേഷ്യന്റിന്റെ നോർമൽ ഹാർട്ട് ബീറ്റിനെ തിരിച്ചു വരുന്നതിന് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡെഫിബ്രിലേറ്റർ. ഇപ്പൊ CPR ഒക്കെ വരുമ്പോ എന്ത്, സോറി, കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരുമ്പോ എന്ത് പറ്റും? പേഷ്യൻസിന്റെ ഹാർട്ട് ബീറ്റ് ഒരു ചെറിയൊരു സമയത്തേക്ക് നിന്ന് പോവാം അല്ലെ? ഹാർട്ടിന്റെ പ്രവർത്തനങ്ങള് ഇല്ലേ? ആണോ? Yes, ma'am. Yes. കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരുമ്പോ അപ്പൊ എന്ത് ചെയ്യണം? അതല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കാണല്ലേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഷോക്ക്, ആക്സിഡന്റ് വെച്ച് എന്തെങ്കിലും ഒരു ഷോക്ക് സംഭവിക്കുമ്പോഴൊക്കെ അപ്പൊ ആ പേഷ്യന്റിന്റെ നമ്മുടെ ഹാർട്ട് ബീറ്റ്, നോർമൽ ഹാർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടുവരണ്ടേ? അല്ലെങ്കിൽ പേഷ്യന്റിന് മരണം സംഭവിക്കില്ലേ? അപ്പൊ അങ്ങനെ ആ പേഷ്യന്റിന്റെ നോർമൽ ഹാർട്ട് ബീറ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്, ഒരു ഡിവൈസ് ആണ് ഡിഫിബ്രിലേറ്റർ. അതിന്റെ പ്രവർത്തനം ക്ലിയർ ആയോ? ഇതിലും ലെങ്തി ആയിട്ടുള്ള പിക്ചേഴ്സ്, വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ യൂട്യൂബില്. ജസ്റ്റ് മിസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുത്തിട്ടേന്നാണ് ഇത്. ഓക്കെ ആയോ? അപ്പൊ മിസ് എന്താ പറഞ്ഞേ, നിങ്ങൾ ഓരോ വീഡിയോസും, ഓരോ എക്യുപ്മെന്റിന്റെ വീഡിയോസും ഇങ്ങനെ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി, മിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. മിസ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ആണ്. എന്തിനാണ് ഹോസ്പിറ്റലില് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്? എന്തിനാണ് ഹോസ്പിറ്റലില്? ഇതിനാണ് ക്ലീനിങ്ങിന് വേണ്ടി. എന്താണ് ക്ലീൻ ചെയ്യുന്നത് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസില്? അഡ്മിറ്റ് ആയ പേഷ്യൻസിന് അല്ലേ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് തന്നെയില്ലേ യൂണിഫോമുകളൊക്കെ ഉണ്ട് അല്ലെ? ലാബ് കോട്ട്സുകൾ ഉണ്ട്, യൂണിഫോംസ് ഉണ്ട്, ബെഡ്ഷീറ്റുകൾ ഉണ്ട് അല്ലെ? പേഷ്യൻസിന് ബെഡ്ഷീറ്റുകൾ ഉണ്ട് അല്ലെ?
പുതിയ ചാപ്റ്റർ ആണോ? പുതിയ ചാപ്റ്റർ മിസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ഇതെന്താണ് തുണിത്തരങ്ങൾ അല്ലെ, ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങൾ, അതല്ലേ ലിനൻ സർവീസ്. പലതരത്തിലുള്ള ക്ലോത്ത്സുകളാണ് തുണിത്തരങ്ങള്, ക്ലോത്ത്സുകള്. ഓക്കെ, ഇത് എങ്ങനെ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? ലോണ്ട്രി. ഈ തുണിത്തരങ്ങള് ഡ്രസ് മെറ്റീരിയൽസ് വാഷ് ചെയ്യണം, ഡിസ്ഇൻഫെക്ട് ചെയ്യണം. വാഷ് ചെയ്താൽ മാത്രം മതിയോ? നമുക്കറിയാം എന്താണ് അതിൽ പലതരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് അല്ലെ, ബ്ലഡ്, യൂറിൻ, ഫീസസ് അല്ലെ, അങ്ങനെയുള്ള പല ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് എന്ത് ഇൻഫെക്ഷൻ ആക്കിയിട്ടുണ്ടായാലോ? അപ്പൊ ഈ തുണിത്തരങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഡിസ്ഇൻഫെക്ട് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ എന്ത് പറ്റും? പേഷ്യൻസിന്റെ ഇടയിൽ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുമല്ലോ. അപ്പൊ നീറ്റ് ആയിട്ടുള്ള അല്ലെ, ഹൈജീൻ ആയിട്ടുള്ള തുണിത്തരങ്ങള് ഹോസ്പിറ്റലിലെ യൂസർ ഡിപ്പാർട്ട്മെന്റിന് എത്തിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ലോണ്ടറി സർവീസ്. നമ്മ വീടുകളില് കഴുകല്, തുണി വാഷ് ചെയ്യാറില്ലേ? എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത്? നേരിട്ട് കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇടാണോ ചെയ്യുന്നത്? നേരിട്ട് കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇടാണോ ചെയ്യുന്നത്? അല്ല. എന്ത് ചെയ്യും? കളക്ട് ചെയ്യില്ലേ? പല സ്ഥലത്ത് നിന്നല്ലേ, പല കുഞ്ഞുങ്ങളുടെ ഉണ്ടാവും ഡ്രസ്സുകൾ അല്ലെ, ഇല്ലേ? മുതിർന്നവരുണ്ടാവും, വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സുകൾ ഉണ്ടാവും അല്ലേ, നമ്മ പുറമേ പോകുന്ന ഡ്രസ്സുകൾ ഉണ്ടാവും ഇല്ലേ, പലതരത്തിലുള്ള ഡ്രസ്സുകൾ ഇല്ലേ ആണോ? ആദ്യം കളക്ട് ചെയ്തിട്ട് നമ്മ നോക്കും അല്ലേ, എന്നിട്ട് അത് സോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ഫിൽറ്റർ ചെയ്യും, സോർട്ട് ചെയ്യില്ലേ? സോർട്ട് ചെയ്യും. കളർ, ചില ഡ്രസ്സുകളിന്റെ കളർ പോകൂല്ലേ, കളറൊക്കെ ഇളകുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ലേ? ചിലപ്പോ കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ എന്താണ് അത് ഫുഡ് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, ഭക്ഷണം കഴിക്കുമ്പോ ഡ്രസ്സും വീണ് അല്ലെ. ചെറിയ കുട്ടികളാണെങ്കിൽ യൂറിൻ ഉണ്ടാവാം അല്ലെ, അതൊക്കെ നമുക്ക് ഒരുമിച്ച് ഇടാൻ പറ്റുമോ? സെപ്പറേറ്റ് ആക്കും അല്ലെ. അപ്പൊ എന്താണ് കളർ വേറെ വെക്കും, വൈറ്റ് വേറെ വെക്കും അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ സോർട്ട് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടൊക്കെ നമ്മൾ ഈ ഒരു വാഷിംഗ് എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നത്. അതേപോലെ എന്താണ് ഹോസ്പിറ്റലിലെ ലിനൻ സർവീസുകളിലെ തുണിത്തരങ്ങള്, ഇത് നമ്മ പല പ്രോസസ്സുകളും പല പ്രൊസീജിയറും ചെയ്തിട്ടാണ് നമ്മ എന്ത് ചെയ്യുന്നത്? വാഷിംഗ് നടത്തുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത്. മിസ്സിന് തുടങ്ങട്ടെ. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തന്നാണ്. ഈ ചാപ്റ്ററിൽ എന്താണെന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കേട്ടോ. നമുക്കിനി ക്ലാസ് തുടങ്ങാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നോക്കിയേ, laundry and linen services. Introduction. In the present day hospitals, the laundry and linen services are one of the most important supportive services. അല്ലെ, ഒരു ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് സർവീസുകൾ നമുക്കറിയാം. ഒരു ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള സപ്പോർട്ടീവ് സർവീസുകൾ ഉണ്ട് അല്ലെ. ലബോറട്ടറി ഉണ്ട്, ഫാർമസി ഉണ്ട്, ഡയറ്ററി സർവീസ് ഉണ്ട്, ഡയാലിസിസ് ഉണ്ട് അല്ലെ. അതേപോലെ ലോണ്ടറി സർവീസ് ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് സർവീസുകളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് അല്ലെ. നല്ല രീതിയിലുള്ള അല്ലെ പ്രൊസീജിയർ അല്ല വാഷിംഗിൽ നടക്കുന്നതെങ്കിൽ എന്ത് പറ്റാം? ആ ഹോസ്പിറ്റലിന്റെ ഗുഡ് വില്ലിനെ ബാധിക്കാലോ, സൽപ്പേരിനെ അല്ലെ, അവരെ ഗുഡ് വില്ലിനെ ബാധിക്കാലോ, ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്ത്. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അല്ലെ, അവിടുത്തെ ബെഡ് അഡ്മിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ബെഡ്ഷീറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? നീറ്റ് അല്ലെങ്കിൽ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിൽ നിന്ന് ക്ലോത്ത്സുകളൊക്കെ കൊണ്ടുപോകാറില്ലേ? ബെഡ്ഷീറ്റുകൾ, പില്ലോസ് അല്ലെ, പില്ലോ കവേഴ്സ് ഒക്കെ കൊണ്ടുപോകാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ്
ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സപ്പോർട്ടിംഗ് സർവീസുകളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. നെക്സ്റ്റ് സോറി, ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോ. അതിന്റെ ഉള്ളിൽ ഒരു എൻക്വയറി വന്നിട്ടുണ്ട്, അതൊന്ന് കളയാട്ടോ. Laundry department and hospitals are responsible for maintaining neatness of linens, staff uniform, lab coats, and tailoring services to meet the needs of patient and staff. എന്താണ് രോഗികളുടെ അല്ലെ, അവിടെ വരുന്ന രോഗികളുടെ എന്നൊക്കെ അറിയാം. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ രോഗികൾക്ക് ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ലേ അല്ലേ? അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിനും അവിടുത്തെ സ്റ്റാഫുകൾക്കും എന്താണ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാവശ്യമായിട്ടുള്ള ലിനൻസ് അല്ലെ, തുണികൾ, സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് യൂണിഫോംസ്, ലാബുകളിലാണെങ്കിൽ എന്തുണ്ടാവും, ലബോറട്ടറീസിലാണെങ്കിൽ ലാബ് കോട്ട്സുകൾ ഉണ്ടാവും അല്ലെ, ലാബ് കോട്ട്സുകൾ ഉണ്ടാവും. അപ്പൊ ലാബ് കോട്ട്സുകൾ അല്ലെ, ടൈലറിംഗ് സേവനങ്ങൾ അല്ലെ. ഇപ്പൊ ചില മെറ്റീരിയൽസ് ചില തുണിത്തരങ്ങളൊക്കെ എന്താ ചിലപ്പോ ഡാമേജ് കീറിപ്പോയിട്ടുണ്ടാവാം അല്ലെ, അച്ഛൻ കീറിപ്പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, രണ്ടാമത് റീസ്റ്റിച്ച് ചെയ്യണ്ടേ? അടിപ്പ് വിട്ടത് ബെഡ്ഷീറ്റിന്റെ ഒക്കെ നമുക്കറിയാം, അരികടിച്ചിട്ടൊക്കെയല്ലേ വരുന്നത് അല്ലെ, സ്റ്റിച്ച് ചെയ്തിട്ടായിരിക്കും അല്ലെ വരുന്നത്. അപ്പൊ അതിന്റെ അരികൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് റീസ്റ്റിച്ച് ചെയ്യണ്ടേ? അങ്ങനെയുള്ള ടൈലറിംഗ് സേവനങ്ങൾ എന്നിവ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള അല്ലെ, നല്ല രീതിയിൽ നീറ്റ്നെസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് ഹോസ്പിറ്റലിലെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്. ക്ലിയറായോ? പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെ നൽകുന്ന തുണിത്തരങ്ങള്, യൂണിഫോമുകൾ അല്ലെ, സ്റ്റാഫുകളുടെ യൂണിഫോമുകള്, ലാബ് കോട്ട്സുകള്, ടൈലറിംഗ് സർവീസുകള് എന്നിവ നീറ്റ്നെസ് ആയിട്ട് അല്ലെ നല്ല വൃത്തിയോട് കൂടി നിലനിർത്തുന്നതാണ് നമ്മുടെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. ഓക്കെ ആയോ? ക്ലിയർ ആയോ? അസൈൻമെന്റ്സ് ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. The hospital laundry with the linen which got stained. Okay, the hospital laundry with the linen which got stained from various body fluids, that is blood, urine, feces, etc. This type of linen needs to be cleansed and serviced before they are being put into the washing machine, as they are carefully and delicately handled. എന്താണ് നമുക്കറിയാം, ഹോസ്പിറ്റലിൽ ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്ഷനിലാണെങ്കിൽ എന്തിറ്റും ഈ പേഷ്യൻസിന്റെ എന്താണ് പലതരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവാം അല്ലെ, സ്റ്റെയിൻ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, ഇത് നമ്മ വാഷിംഗ് മെഷീനിൽ ഇടുന്നതിന് മുമ്പ് നമ്മ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം അല്ലേ. പിന്നെന്താണ്, ബിഫോർ ദേ ആർ പുട്ട് ഇൻ ടു ദ വാഷിംഗ് മെഷീൻ as they are carefully and delicately handled. എന്ത് ചെയ്യാ, നമ്മ ഇത് കെയർഫുൾ ആയിട്ട് അല്ലെ, ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും വേണം ഹാൻഡിൽ ചെയ്യാൻ അല്ലെ. മറ്റുള്ള ലിനനുകളോടുകൂടി തുണിത്തരങ്ങളോടുകൂടി നമുക്ക് ഇതിടാൻ പറ്റോ? ഈ കറ പുരണ്ടിട്ടുള്ള, ബ്ലഡ് ആയിട്ടുള്ള, യൂറിൻ ആയിട്ടുള്ള, ഫീസിസ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ ഇടാൻ പറ്റോ? ഇല്ല. അപ്പൊ നമ്മ ആദ്യം എന്ത് ചെയ്യും, ആദ്യം അതിലുള്ള കറകളല്ലേ, ബ്ലഡുകള്, യൂറിൻസ് ഒക്കെ ആദ്യം നീക്കം ചെയ്യല്ലേ. ആദ്യം അതൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ആണ് നമ്മ ഇതിലിടുന്നത്, വാഷിംഗ് മെഷീനിൽ ഇടുന്നത് അല്ലേ. അപ്പൊ എന്താണ്, ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട്, എക്സാമ്പിൾ എന്താണ്, ബ്ലഡ് കൊണ്ടോ യൂറിൻ കൊണ്ടോ, ഫീസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് മലം അങ്ങനെ മലം കൊണ്ടോ എന്താണ് കറ പുരണ്ടിട്ടുള്ള
എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ലിനൻ ഐറ്റംസ് തുണിത്തരങ്ങള് നമ്മൾ കെയർഫുൾ ആയിട്ട് അല്ലെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും വേണം അത് ഉപയോഗിക്കാൻ. ഉപയോഗിക്കുകയല്ല വാഷിംഗ് മെഷീനിൽ ഇടുന്നത്. നമ്മളാണെങ്കിൽ അങ്ങനെയാണ് അല്ലെ വീട്ടിൽ ചെയ്യുന്നത് അല്ലെ. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് അറിയാം, നേരിട്ട് മറ്റു തുണികളുടെ ഒപ്പം കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇടാറുണ്ടോ? കുഞ്ഞുങ്ങൾ എന്താണ് അവര് ഡ്രസ്സിലൊക്കെ യൂറിനൊക്കെ പാസ് ചെയ്യില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബക്കറ്റിൽ അല്ലെ വേറൊരു പാത്രത്തില് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് കഴുകിയിട്ട് അത് സെപ്പറേറ്റ് വാഷ് ചെയ്തിടല്ലേ ചെയ്യുന്നത്? സെപ്പറേറ്റ് വാഷ് ചെയ്തിടല്ലേ ചെയ്യുന്നത്? ഡെറ്റോൾ ഒഴിച്ച്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഹോട്ട് വാട്ടർ ഒഴിക്കല്ലേ, ചൂടുവെള്ളം ഒഴിച്ച് ഡിസിൻഫെക്ട് ചെയ്തിട്ടൊക്കെയാണ് അല്ലേ അത് കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ് കൊണ്ട് വെള്ളത്തിലിട്ടൊക്കെ വെക്കും. എന്താണ് സ്റ്റെയിൻ ആയിട്ടുള്ള ലിനൻ ഐറ്റംസ് നമ്മൾ എന്താണ് വാഷിംഗ് മെഷീനിൽ ഇടുന്നതിന് മുമ്പ് ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയിട്ടും വേണം കൈകാര്യം ചെയ്യാൻ. ഓക്കെ ആയോ? A reliable laundry service is of the greatest importance to the hospital. അല്ലേ? ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് എന്താണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ, പ്രാധാന്യമുണ്ടോ? മിസ് നേരത്തെ പറഞ്ഞു നല്ല രീതിയിലുള്ള ഒരു ലോണ്ടറി സർവീസ് അല്ല ഹോസ്പിറ്റൽ എങ്കിൽ എന്താണ് ആ ഹോസ്പിറ്റലിന്റെ ഗുഡ് വില്ലിനെ തന്നെ ബാധിക്കാം അല്ലെ. അപ്പൊ എന്താണ് വിശ്വസനീയമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് ആണെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിന് ഏറ്റവും കൂടുതൽ ഗ്രേറ്റസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ അവര് കൊണ്ടുപോകുന്ന ഈ ലോണ്ടറി സർവീസുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ, ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, ബെഡ്ഷീറ്റുകൾ കഴുകുന്നതിനും സോർട്ട് ചെയ്യുന്നതിനും അല്ലെ, ഡ്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അവര് എന്ത് ചെയ്യണം, കറക്റ്റ് രീതിയിൽ ആ പ്രോസസ് അവർ ചെയ്യേണ്ട പ്രൊസീജിയർ ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ അവർ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങള് ലിനൻസ്, ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ് ഒക്കെ കഴുകാണ്ടൊക്കെ കൊണ്ടുവന്ന് വീണ്ടും കൊണ്ടുവന്ന് വെച്ചാല് അത് നമുക്ക് വിശ്വസനീയമാണോ? അല്ല അല്ലെ. നമ്മൾ തന്നെ പറയാറില്ലേ ലോണ്ടറിയിൽ പുറത്ത് നമ്മൾ ഡ്രസ്സുകൾ കൊടുക്കാറില്ലേ കഴുകുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ തന്നെ ചിലർ പറയാറില്ലേ അവര് കഴുകുന്നുണ്ടാവോ അല്ലെ, അവര് ചിലപ്പോ അതിലെ പെർഫ്യൂം ഒക്കെ അടിച്ച് അയൺ ചെയ്ത് തിരിച്ചു തരായിരിക്കും എന്നൊക്കെ പറയാറുണ്ട് ആളുകള്. കേട്ടിട്ടുണ്ടോ? ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ കൊടുക്കും അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് എന്ത് വേണം, ഒരു വിശ്വസനീയമായ ഒരു ലോണ്ടറി സർവീസ് ആയിരിക്കണം ഹോസ്പിറ്റലിന് വേണ്ടത് അല്ലെ. ആണോ? അപ്പൊ ഒരു വിശ്വസനീയമായ ഒരു റിലയബിൾ ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു സർവീസ് ആണ്. ഫസ്റ്റ് പേര ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് the linen and the laundry services should provide safe, clean, ample and timely supply of linen to user units of a hospital at the right time, right place, right quantity and the right price. എന്താണ് ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്? എങ്ങനെയുള്ള തുണിത്തരങ്ങൾ, എങ്ങനെയുള്ള ലിനനുകളാണ് യൂസർ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്നത്? നമുക്കറിയാം ഹോസ്പിറ്റലില് ലിനൻസ് ഉപയോഗിക്കുക, തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്ന പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും വേണ്ട ലിനൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് വേണം അല്ലെ, വെന്റിലേറ്ററിലേക്ക് വേണം, ഇൻഫ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണം അല്ലെ, വേണ്ടേ? കട്ടായി പോകുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടോ പ്രോബ്ലം? എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. ഓക്കെ, നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ, ലോണ്ടറി ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് should provide linen and laundry services എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് പേഷ്യൻസിനും
സ്റ്റാഫുകൾക്കും എന്താണ് നൽകുന്നത്? സേഫ് ആയിട്ടുള്ള അല്ലെ, സുരക്ഷിതമായിട്ടുള്ള, വൃത്തിയുള്ള, അവർക്ക് ആവശ്യത്തിന് അല്ലെ, ആമ്പിൾ എന്നാൽ മതിയായ, ആവശ്യത്തിനുള്ള, കൂടാതെ എന്താണ്, ടൈംലി സപ്ലൈ അല്ലെ, അവർക്ക് ആവശ്യമായ സമയത്ത് ഹോസ്പിറ്റലിലെ എല്ലാ യൂസർ ഡിപ്പാർട്ട്മെന്റിനും എന്ത് ലിനൻസ് എത്തിച്ചു കൊടുക്കുന്നു അല്ലെ, റൈറ്റ് ടൈമില്, റൈറ്റ് പ്ലേസില്, റൈറ്റ് ക്വാണ്ടിറ്റിയില്, റൈറ്റ് പ്രൈസിൽ എത്തിച്ചു കൊടുക്കുന്നു. ഇതാണ് ലോണ്ടറി സർവീസ് ഹോസ്പിറ്റലുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങള് അവർക്ക് ആവശ്യമായ സമയത്ത്, ആവശ്യമായ സ്ഥലത്ത്, ആവശ്യമായ ക്വാണ്ടിറ്റിയില് റൈറ്റ് പ്രൈസിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലോണ്ടറി സർവീസിന്റെ ലക്ഷ്യം. ക്ലിയർ ആയോ? Next, the term is used to denote clothing items. ഏത് ടൈമാണ് ക്ലോത്തിങ് ഐറ്റംസിനെ നമ്മുടെ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസില് ഏത് ടൈമാണ് ക്ലോത്തിങ് ഐറ്റംസിനെ സൂചിപ്പിക്കുന്നത്? ലിനൻ. ലിനൻ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് എന്തിനെ ഡിനോട്ട് ചെയ്യാനാണ്? ക്ലോത്തിങ് ഐറ്റംസിനെ അല്ലെ. It consists of all the textile used in hospital. എന്താണ്? ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്ന എല്ലാ ടെക്സ്റ്റൈൽ ഐറ്റംസ് അല്ലെ, എല്ലാ തുണിത്തരങ്ങളും എന്തിൽ വരുന്നുണ്ട്? ലിനൻസിൽ പെടുന്നുണ്ട്. വിച്ച് ഇൻക്ലൂഡ്സ് എന്താണ്? മാട്രസ് പെടുന്നുണ്ട് അല്ലെ, മെത്ത, ബെഡ് എന്നൊക്കെ പറയല്ലേ നമ്മ അല്ലെ, ആണോ? മെത്ത എന്ന് പറയും, ബെഡ് എന്ന് പറയും, കിടക്കാന്ന് പറയും അല്ലെ. അപ്പൊ മെത്ത, മാട്രസ് പെടുന്നുണ്ട്, ബെഡ് കവർ പെടുന്നുണ്ട് അല്ലെ. നമ്മുടെ ബെഡിന് ചുറ്റും ആ ബെഡ് ചീത്തയാവാതിരിക്കാൻ നമ്മ ഒരു ബെഡ് കവർ ഉപയോഗിക്കാറുണ്ടോ? ബെഡ്ഷീറ്റ് അല്ലാതെ ഒരു കവർ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആ ബെഡ് കവർ ഉൾപ്പെടുന്നുണ്ട്, ബെഡ്ഷീറ്റുകൾ ഉൾപ്പെടുന്നുണ്ട്, ടവൽസ് അല്ലെ, ഡോക്ടേഴ്സ് നഴ്സുമാര് ഒക്കെ ഉപയോഗിക്കുന്ന ടവൽസ്, ബ്ലാങ്കറ്റുകൾ അല്ലെ. ചില ഹോസ്പിറ്റലില് പേഷ്യൻസിന് എന്ത് കൊടുക്കുന്നുണ്ട്? പുതപ്പുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. ഐസിയുലൊക്കെയാണ് കൂടുതല്, ഐസിയുലൊക്കെ ഫുൾ AC ആയിരിക്കുമല്ലോ, ആണോ? AC ആയിരിക്കും ഐസിയുടെ ഉള്ളിലൊക്കെ. അപ്പൊ എന്ത് ചെയ്യും? പേഷ്യൻസിന് അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും, അവര് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് AC കിടക്കുമ്പോ തണുത്തൊക്കെ ചെയ്യാലോ, പെട്ടെന്ന് അവർക്ക് കോൾഡ് ആവും അല്ലെ, തണുപ്പൊക്കെ അനുഭവപ്പെടും. അപ്പൊ അവർക്ക് എന്താണ്? ബ്ലാങ്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബ്ലാങ്കറ്റുകള്, സ്ക്രീൻ, കർട്ടൻ അല്ലെ, എന്താണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രീനുകള്, കർട്ടൻസ്, ഡോക്ടർ കോട്ട് അല്ലെ, ഡോക്ടേഴ്സിന്റെ കോട്ടുകള്, ടേബിൾ കവേഴ്സ് എക്സെട്ര, ലാബ് കോട്ട്സുകൾ അല്ലെ, സ്റ്റാഫുകളുടെ യൂണിഫോമുകൾ, ഇതൊക്കെ എന്തിൽ പെടുന്നുണ്ട്? ഈ ലിനൻ ഐറ്റംസിൽ ഉൾപ്പെടുന്നുണ്ട്. ക്ലിയർ ആയോ? നമുക്ക് തന്നെ ഇനിയും പറയാലോ ഐറ്റംസ് അല്ലെ. ഓക്കെ ആണോ? The most preferred and frequently used material is cotton as it is lower priced and more comfortable. നമ്മൾ യൂസ് ചെയ്യുന്ന കോട്ടൺ ക്ലോത്ത്സുകൾ എങ്ങനെയാണ്? പൊതുവെ അല്ലെ സാധാരണ വില കുറഞ്ഞതും നമുക്ക് കംഫർട്ട് ആയിരിക്കും അല്ലെ, ഇടാനൊരു കംഫർട്ട് ഉണ്ടായിരിക്കില്ലേ. ചൂട് കാലത്തൊക്കെ ഉപയോഗിക്കാൻ കോട്ടൺസ് നമുക്ക് നല്ല കംഫർട്ട് ആയിരിക്കും അല്ലെ, കഴുകാൻ എളുപ്പമാണ്, ആണോ? നമ്മ പറയാറില്ലേ ഈ സമയത്ത് അല്ലെ, ചൂടൊക്കെ കൂടുമ്പോ നമ്മ പറയുന്നത് ഏതാ? കോട്ടൺ ഡ്രസ്സുകൾ ഇടാം അല്ലെ. അല്ലെങ്കിൽ പൊതുവെ കോട്ടൺ ഡ്രസ്സുകൾ ഇടുന്നതായിരിക്കും കൂടുതൽ കംഫർട്ട് അല്ലെ, ആണോ? മറ്റുള്ള ഡ്രസ്സുകൾ ഇടുമ്പോ എന്താണ് നമുക്ക് എന്താണ് ചൂടൊക്കെ കൂടിയിട്ട് ചിലപ്പോ സ്കിന്നിൽ എന്തെങ്കിലും റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും ചൂട് കൂടിയിട്ട് പ്രിഫർ ചെയ്യുന്നതും മുൻഗണന കൊടുക്കുന്നതും അവര് കൂടുതലായിട്ട് ഫ്രീക്വന്റ്ലി ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എങ്ങനെയുള്ളതായിരിക്കും? കോട്ടൺ ആയിരിക്കും. ഇതെന്താണ്? പ്രൈസ് കുറഞ്ഞതും നമുക്ക് കൂടുതൽ പേഷ്യൻസിനും ഡോക്ടർ സ്റ്റാഫുകൾക്കും കൂടുതൽ കംഫർട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അല്ലെ. ക്ലിയർ ആയോ?
Next, hospital laundry services all the linen materials from different areas such as ward, operation theatre, outpatient department, and office area where they undergo process of sorting, washing, extracting, drying, ironing, folding, mending, and delivery. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പല ഡിഫറെന്റ് ഏരിയാസ് അല്ലെ, ഹോസ്പിറ്റൽ അതായത് യൂസർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, പല ഡിഫറെന്റ് ഏരിയാസിൽ നിന്നും കൊണ്ടുവരുന്ന ലിനൻ മെറ്റീരിയൽസ് ഈ ലോണ്ടറിക്കാര് അല്ലെ, ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസുകളിൽ സ്വീകരിച്ചിട്ട് അവർ എന്തൊക്കെ പ്രോസസ്സുകൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്? സോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഓരോ ലിനൻസും അവർ സോർട്ട് ചെയ്യുന്നുണ്ടോ, തരംതിരിക്കുന്നുണ്ടോ? ഇൻഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വേറെ അല്ലേ, വൈറ്റ് ക്ലോത്ത്സുകൾ വേറെ, ലാബ് കോട്ട്സുകൾ വേറെ, സ്റ്റാഫുകളുടെ യൂണിഫോമുകൾ വേറെ അല്ലെ. അങ്ങനെ സോർട്ട് ചെയ്യുന്നു. പിന്നെ എന്താണ്? സോർട്ട് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നു അല്ലെ. നമ്മ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ വീടുകളിൽ തന്നെ എന്ത് ചെയ്യും? പല സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്യും അല്ലെ. ഓരോ റൂം കുട്ടികളുള്ളവരെന്താണ്, കുട്ടികൾ കൊണ്ടുവന്ന വാഷിംഗ് മെഷീനിൽ അല്ലെങ്കിൽ കൊണ്ടുവന്ന ബക്കറ്റിൽ ഇടാറുണ്ടോ? ചെറിയ കുട്ടികളുള്ളവര് ഇല്ല, അവര് പല സ്ഥലത്ത് ഊരിയിടും ഇല്ലേ. അവരെവിടെയാണ് നിൽക്കുന്നത് അവിടെ ആയിരിക്കും അവർ ഊരിയിടുന്നത് ഡ്രസ്സ് അല്ലെ. അപ്പൊ നമ്മ എന്ത് ചെയ്യും? അതൊക്കെ എല്ലായിടത്തു നിന്നും കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് നമ്മ സോർട്ട് ചെയ്യും അല്ലെ, തരംതിരിക്കും. തരംതിരിച്ചിട്ട് എന്ത് ചെയ്യും? വാഷ് ചെയ്യും അല്ലെ, കഴുകും. കഴുകിയിട്ട് വീണ്ടും നമ്മ വേർതിരിക്കാലോ ചിലപ്പോ അല്ലേ. ഇപ്പൊ വാഷ് ചെയ്തിട്ട് എന്താണ്, വൈറ്റ് വീടുകളിലാണെങ്കിൽ വൈറ്റ് തുണികൾ എന്ത് ചെയ്യും? നമ്മ ഉജാലയിലൊക്കെ മുക്കും അല്ലെ, അല്ലെങ്കിൽ കംഫർട്ടിൽ മുക്കും. നല്ല ഡ്രസ്സുകളാണെങ്കിൽ നമ്മ കംഫർട്ടിലൊക്കെ മുക്കും അല്ലെ. കുഞ്ഞുങ്ങളുടെ ഡ്രസ് ആണെങ്കിൽ കഴുകിയിട്ട് നമ്മ ചൂടുവെള്ളത്തിലൊക്കെ മുക്കാറുണ്ടോ? ചൂടുവെള്ളത്തിലൊക്കെ മുക്കിയിടാറുണ്ട് അല്ലെ, ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ചെറിയ ന്യൂ ബോൺ ബേബീസ് ഒക്കെ ആണെങ്കിലും. അപ്പൊ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? വീണ്ടും വേർതിരിക്കുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്നു. ഈ വെന്റിലേറ്റർ ഡെറ്റോളിൽ മുക്കും. ഈ വെന്റിലേറ്ററിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന് കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം അല്ലെ. അവിടെ ഉപയോഗിക്കുന്ന ലിനൻസിനൊക്കെ ഒരുപാട് ശ്രദ്ധ കൊടുക്കണ്ടേ. അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ബാധയായിരിക്കും അല്ലേ. അതെ, അങ്ങനത്തെ എന്താണ് എക്സ്ട്രാക്ട് ചെയ്യുന്നവര് വീണ്ടും കഴുകി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വേർതിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഡ്രൈ ചെയ്യുന്നു അല്ലെ, ഉണക്കുന്നു അല്ലെ, ഉണക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഉണക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അയൺ ചെയ്യുന്നു അല്ലെ. അവരെ തേക്കുന്നുണ്ട് അല്ലെ, അയൺ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവരെന്താ? ഫോൾഡ് ചെയ്യുന്നു, മടക്കുന്നുണ്ടോ? നമ്മ അങ്ങനെയല്ലേ വീട്ടില് അയൺ ചെയ്തിട്ട് ചിലപ്പോ ഒരാഴ്ചക്കുള്ള തുണികളൊക്കെ അയൺ ചെയ്ത് മടക്കി വെക്കും അല്ലെ, എടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുന്നു. കൂടാതെ മെറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് റിപ്പയറിംഗ്. മെറ്റിംഗ് എന്ന് പറയുന്നത് റിപ്പയറിംഗ്. റിപ്പയറിംഗ് എന്ന് മിസ് നേരത്തെ പറഞ്ഞില്ലേ, ബെഡ്ഷീറ്റുകളുടെ അരികു കീറുക, അതല്ലെങ്കിൽ ലാബ് കോട്ടുകൾക്ക് എന്തെങ്കിലും സ്റ്റിച്ചിങ് വിടുക. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ റീസ്റ്റിച്ച് ചെയ്യണ്ടേ, വീണ്ടും തയ്ക്കണല്ലേ, സ്റ്റിച്ച് ചെയ്യണോ? അപ്പൊ അതാണ് മെൻഡിങ് എന്ന് പറയുന്നത്. റിപ്പയർ ചെയ്യുക, നന്നാക്കുക. മെൻഡിങ് ആൻഡ് ഡെലിവറി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ലിനൻ അല്ലെ, ഇപ്പൊ ലാബ് കോട്ട്സുകൾ, ലാബിലേക്ക് ആവശ്യമായിട്ടുള്ള ലാബ് കോട്ട്സുകൾ, സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള യൂണിഫോമുകൾ അല്ലെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ബെഡ്ഷീറ്റുകൾ, പില്ലോ കവേഴ്സ് ഒക്കെ ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡെലിവറി ചെയ്യുന്നു, എത്തിച്ചു കൊടുക്കുന്നു. ഓക്കെ ആയോ? In the case of linen, special care should be taken അല്ലേ. എന്താണ്? ലിനനില് സ്പെഷ്യൽ കെയർ കൊടുക്കണല്ലേ നമ്മ, എന്തേ പ്രത്യേക ശ്രദ്ധ കൊടുക്കണല്ലേ, ആണോ? അല്ലെങ്കിൽ എന്ത് പറ്റാം?
ഇൻഫെക്ഷൻസ് ഒക്കെ വരാം അല്ലെ, രോഗികളിൽ നിന്ന് അസുഖങ്ങള് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാലോ. അപ്പൊ അത് കഴുകുന്ന സമയത്ത് അല്ലെ, വാഷ് ചെയ്യുന്ന സമയത്തും ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്ന സമയത്തും രോഗികൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്ന സമയത്തും നല്ല രീതിയിൽ ചെയ്തിട്ട് വേണം അല്ലെ, ഡിസ്ഇൻഫെക്ഷൻ ഒക്കെ ചെയ്തിട്ട് വേണം. എന്ത് വെച്ച് സഹറ, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഇല്ല? ടെക്സ്റ്റിലാണോ? ടെക്സ്റ്റിലില്ല, ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത ടെക്സ്റ്റിലില്ല. മൊഡ്യൂൾ 2-ലാണോ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്? ഓക്കെ, മൊഡ്യൂൾ 2-ലാണ് കേട്ടോ, നോക്കിയേ. മൊഡ്യൂൾ 4-ലെ സെക്കൻഡ് ചാപ്റ്ററോ അല്ലെങ്കിൽ മൊഡ്യൂൾ 2-ലെ ചാപ്റ്റർ ആയിരിക്കും. പേജ് നമ്പർ 38 നോക്കിയേ, മൊഡ്യൂൾ 2-ലാ. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. Chapter name Laundry and Linen Service. Next എടുത്തോട്ടെ മിസ്. Objectives of laundry and linen services. Okay, the purpose of this department, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ purpose എന്താണ്? Is to provide adequate clean material to the patients and personnel while ensuring that hygienic conditions are maintained in the process. എന്താണ് ഇവര് ചെയ്യുന്ന പ്രോസസ്സുകളിലൂടെ അല്ലെ, നമ്മ പറഞ്ഞു പല പ്രോസസ്സുകൾ ചെയ്യുന്നുണ്ട് അല്ലെ, സോർട്ട് ചെയ്യുന്നുണ്ട്, വാഷ് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, അയൺ ചെയ്യുന്നുണ്ട്, ഉണക്കുന്നുണ്ട് അല്ലെ, ഡ്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധ പ്രോസസ്സുകളിലൂടെ എന്താണ് നമ്മുടെ പേഷ്യൻസിനും അതായത് പേഴ്സണൽ സ്റ്റാഫുകൾക്ക് അല്ലെ, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും ആവശ്യമായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള അല്ലെ, വൃത്തിയുള്ള ഹൈജീനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കുക അല്ലെ, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. എന്താണ്? വിവിധ പ്രക്രിയകളിലൂടെ അല്ലെ, പ്രോസസ്സുകളിലൂടെ. പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത് വാഷിങ്, സോർട്ടിങ്, എക്സ്ട്രാക്ടിങ്, ഡ്രൈ അല്ലെ, അങ്ങനെ വിവിധ പ്രോസസ്സുകളിലൂടെ എന്താണ് പേഷ്യൻസിനും അവിടെയുള്ള സ്റ്റാഫുകൾക്കും എങ്ങനെയുള്ള സാധനങ്ങളാണ് എത്തിച്ചു കൊടുക്കുന്നത്? ക്ലീൻ ആയിട്ടുള്ള അല്ലെ, വൃത്തിയുള്ള അല്ലെ, ഡിസ്ഇൻഫെക്ഷൻ ചെയ്ത അല്ലെ, അണുവിമുക്തമായിട്ടുള്ള തുണിത്തരങ്ങൾ അല്ലെ, ലിനൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ ഉദ്ദേശം. ക്ലിയർ ആയോ? Next, the main objectives of the department are the following. Laundry and linen service ന്റെ main objective, പ്രധാനപ്പെട്ട objective, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? To retain a comfortable and safe environment for the patient, staff and visitors. അല്ലെ, ഹോസ്പിറ്റൽ എങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാണ്? സേഫ് ആയിട്ടുള്ള അല്ലെ, സുരക്ഷിതമായിട്ടുള്ള, പേഷ്യൻസിന് കംഫർട്ട് ആയിട്ട്, പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും വിസിറ്റേഴ്സിനും അല്ലെ, അവിടെ വരുന്ന സന്ദർശകർക്കും കംഫർട്ട് ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിലനിർത്തുക, റിട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ ലക്ഷ്യം. നമ്മുടെ വീട്ടില് നമ്മളാണെങ്കിലും ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലാണ്. അപ്പൊ അവിടെ കിടക്കുന്ന സോഫയിൽ കിടക്കുന്ന ഷീറ്റ് അല്ലെ, സോഫ ഷീറ്റ്, ബെഡ്ഷീറ്റുകൾ, അവിടുത്തെ കർട്ടൻസ് വൃത്തിയില്ലെങ്കിൽ നമുക്കതൊരു ഇഷ്ടപ്പെടും? അവിടുത്തെ ആ ചുറ്റുപാട് നമുക്ക് ഇഷ്ടപ്പെടും? മുഷിഞ്ഞൊരു സ്മെല്ല് വരിക അല്ലെ, അധികം ദിവസം കഴുകാണ്ടൊക്കെ നിർത്തി കഴിഞ്ഞാൽ എന്ത് വരും? ഒരു സ്മെല്ല് വരും അല്ലെ, മുഷിഞ്ഞൊരു സ്മെല്ല് വരുമല്ലോ.
അപ്പൊ നമുക്ക് അവിടെ നിന്ന് കേറുമ്പോ തന്നെ ആ വീട്ടിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുമ്പോ തന്നെ നമുക്കത് ഫീൽ ചെയ്യില്ലേ? ഫീൽ ചെയ്യില്ലേ? അപ്പൊ നമുക്കത് കംഫർട്ട് ആയിരിക്കോ? കംഫർട്ട് ആയിരിക്കോ? ആ അപ്പൊ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലാണെങ്കിൽ അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഇങ്ങനെ ഒരു ശുചിത്വമില്ലായ്മ ഹോസ്പിറ്റലാണെങ്കിൽ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യും. വരുന്ന രോഗികൾക്ക് അവർ വരുന്നതിലും കൂടുതൽ അസുഖങ്ങളായിട്ടായിരിക്കും അല്ലെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ്? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ ഉദ്ദേശം എന്താണ്? ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിനും വിസിറ്റേഴ്സിനും അവിടെയുള്ള സ്റ്റാഫുകൾക്കും കംഫർട്ട് ആയിട്ടുള്ള അല്ലെ സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് നിലനിർത്തുക എന്നുള്ളത്. ക്ലിയർ ആയോ? സേഫ് എൻവിയോൺമെന്റ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയട്ടെ മിസ്. Next, to provide constant supply of qualitative linen to various required areas like the inpatient department, operation theatre, outpatient department and other areas. അല്ലെ ഓരോ ഏരിയാസിലേക്കും ആവശ്യമായിട്ടുള്ള ക്വാളിറ്റി ഉള്ള അല്ലെ ഗുണനിലവാരമുള്ള ലിനൻസ് സപ്ലൈ ചെയ്യുക അല്ലെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ ഉദ്ദേശമാണ്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ ഇതൊക്കെ? നെക്സ്റ്റ് പറയുന്നത് ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ആൻഡ് റിട്ടൈൻ ദ ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ. ഹോസ്പിറ്റലില് എന്താണ്? ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുക അല്ലെ. നല്ലൊരു അന്തരീക്ഷമാണ്, നല്ല ഹൈജീനിക് ആയ നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാലോ. IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻഡോർ പേഷ്യന്റ് എന്ന് പറയാലോ. മറന്നുപോയാ? IP ഇൻഡോർ പേഷ്യന്റ്. അപ്പൊ എന്താണ്? നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ നമുക്ക് അവിടെയുള്ള ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാം. കൂടാതെ നല്ല ഗുണനിലവാരമുള്ള പരിചരണം പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനും പറ്റുന്നില്ലേ? പേഷ്യൻസിന് നൽകാനും സാധിക്കുന്നുണ്ട് അല്ലെ. ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാതെ ഒരു നല്ല ഒരു പരിചരണം പേഷ്യൻസിന് നൽകാനായും സാധിക്കുന്നു. നെക്സ്റ്റ് എടുക്കാലോ? ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Next, some of the main functions of the laundry services are the following. എന്താണ്? ലോണ്ടറി സർവീസിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. To collect or receive soiled and infected linen from ഡിഫറെന്റ് പ്ലേസസ് അല്ലെ. പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും പല ഏരിയാസിൽ നിന്നും മലിനമായിട്ടുള്ളത് അല്ലെ സോയിൽഡ് മലിനമായിട്ടുള്ളതും ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ളതുമായ ലിനൻസ് അല്ലെ തുണിത്തരങ്ങളെ കളക്ട് ചെയ്യുക സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫങ്ഷൻ. ആണോ? സ്വീകരിച്ച് ചെയ്ത് കഴിഞ്ഞാല് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? റിസീവ് ചെയ്ത് കളക്ട് ചെയ്തോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? സോർട്ട് ചെയ്യല്ലേ. നെക്സ്റ്റ് നോക്കിയേ. ടു പ്രോസസ് ദ സോയിൽഡ് ലിനൻ എന്നാണ് കേട്ടോ. ലൈൻഡ് എന്നാ കൊടുത്തേക്കുന്നത്, ലിനൻ എന്നാണ് കേട്ടോ. സോർട്ട് ചെയ്യാം. ഓക്കെ. ടു പ്രോസസ് ദ സോയിൽഡ് ലിനൻ. എന്തൊക്കെ ചെയ്യുന്നത്? ഈ സോയിൽഡ് ലിനൻസ് പല പ്രോസസ്സുകളും ചെയ്യുന്നുണ്ട് അല്ലെ. പല പ്രക്രിയകളും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് സോർട്ട് ചെയ്യുന്നു നിങ്ങൾ പറഞ്ഞ പോലെ. സോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്ലൂസിങ് കഴുകുക അല്ലെ. വാഷിംഗ് എന്നുള്ള മീനിങ് കേട്ടോ. സ്ലൂസിങ് കഴുകുക. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. എന്താണ്? തിളച്ച വെള്ളത്തിൽ ഇടുകയോ അതല്ലെങ്കിൽ എന്ത് ചെയ്യും? ഡിസ്ഇൻഫെക്ഷൻ ലൈനുകൾ ഉണ്ട് അല്ലെ. ലിക്വിഡ്സുകൾ ഉണ്ടല്ലോ. ഡെറ്റോൾ പോലെയുള്ള ഉണ്ടോ? അപ്പൊ ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യുന്നു അല്ലെ. അണുവിമുക്തമാക്കുന്നു. നെക്സ്റ്റ് വാഷിംഗ്. പിന്നെ വാഷിംഗ് ഉണ്ട് കേട്ടോ. പിന്നെന്താണ്? എക്സ്ട്രാക്റ്റിംഗ് വേർതിരിക്കുന്നുണ്ട് അല്ലെ. സ്ലൂസിംഗ് എന്ന് പറഞ്ഞാല് വാഷിംഗ് കഴുകുക.
ഇപ്പൊ ആദ്യം തന്നെ ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ഈ ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ടുള്ള ലിനൻസ് ഒക്കെ എന്താണെങ്കിൽ അവരാദ്യം അത് കഴുകില്ലേ, ആ ബ്ലഡ് അല്ലെങ്കിൽ ആ യൂറിനൊക്കെ ആദ്യം ജസ്റ്റ് ഒന്ന് അവർ ആദ്യം കളയൂല്ലേ, കഴുകി കളയുമല്ലോ. എന്നിട്ട് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യും അല്ലേ, ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ട് വീണ്ടും കഴുകുമല്ലോ അല്ലെ, വീണ്ടും കഴുകിയിട്ടല്ലേ അവര് വീണ്ടും കഴുകും. അങ്ങനെയല്ലേ നമ്മളും ചെയ്യുന്നത് അല്ലെ വീട്ടില്. വാഷിംഗ്, എക്സ്ട്രാക്ടിങ് വേർതിരിക്കുന്നു, വേർതിരിച്ചിട്ട് കണ്ടീഷനിങ് ചെയ്യാണ് അല്ലെ. കണ്ടീഷനിങ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചില മെറ്റീരിയൽസ് ലിനൻസ് മിസ് പറഞ്ഞില്ലേ കംഫർട്ടിൽ മുക്ക കണ്ടീഷൻ ചെയ്യൂലേ, കംഫർട്ടിലൊക്കെ മുക്കി നമ്മ കണ്ടീഷൻ ചെയ്യാറില്ലേ നമ്മുടെ വീട്ടിലല്ലേ, പുറത്തേക്ക് ഇട്ടിട്ട് പോകുന്ന ഡ്രസ്സുകൾ അല്ലെ, സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടീഷൻ. അപ്പൊ ഈ സ്റ്റാഫുകൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ കണ്ടീഷൻ ചെയ്യണ്ടേ, യൂണിഫോമുകളൊക്കെ. അപ്പൊ കണ്ടീഷനിങ് അല്ലെ, കണ്ടീഷനിങ് ചെയ്യുന്നു. നെക്സ്റ്റ് അയേണിങ്, അയേണിങ് കഴിഞ്ഞിട്ട് പ്രസ്സിങ്, അതായത് നല്ല രീതിയിൽ അവർ പ്രസ് ചെയ്ത് വെക്കുന്നു, അയൺ ചെയ്ത് പ്രസ്സിങ് ചെയ്ത് ആൻഡ് ഫോൾഡിങ് മടക്കി വെക്കുന്നു. ക്ലിയർ ആയോ? നമ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെ അല്ലെ, വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. നെക്സ്റ്റ് to inspect and repair damaged material and replace them. എന്താണ് നമ്മ ഇൻസ്പെക്ട് ചെയ്യാണ് അല്ലെ, ചെക്ക് ചെയ്തിട്ട് പരിശോധിച്ചിട്ട് എന്തെങ്കിലും ഡാമേജ്ഡ് ആയിട്ടുള്ള ലിനൻസ് ഉണ്ടോ, എന്തെങ്കിലും റിപ്പയർ ചെയ്യേണ്ട നന്നാക്കേണ്ട ലിനൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു, മാറ്റി കൊടുക്കുന്നു. നെക്സ്റ്റ് to distribute clean linen to respective user department as needed. എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും വ്യത്യസ്ത യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള നീഡായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള അല്ലെ വൃത്തിയുള്ള ലിനൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, അവർക്ക് നൽകുന്നു. ഓക്കെ ആണോ? Next, to maintain and control the inventories and processed linen. എന്താണ് ഇൻവെന്ററിയില് അവർ കൺട്രോൾ ചെയ്യുന്നു അല്ലെ, മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പൊ അവർക്ക് അറിയാം ഔട്ട് പേഷ്യന്റിലേക്ക് ഇത്ര ലിനൻസ് കൊടുക്കണം അല്ലെ, ഇൻ പേഷ്യൻസിലേക്ക് ഇത്ര ലിനൻസ് കൊടുക്കണം, അവർക്ക് ഇത്ര സ്റ്റോക്ക് വേണമെന്നൊക്കെ ഒരു കണക്കുണ്ടാവുമല്ലോ സ്റ്റോറില്, ലിനൻ സർവീസിന്റെ സ്റ്റോറില്. അപ്പൊ ആവശ്യമായിട്ടുള്ള അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകൾ നിലനിർത്തുകയും നിയന്ത്രിക്കുകയും ലിനൻസ് പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. സംസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന എന്താ പ്രോസസ്സ്, പല രീതിയിലല്ലേ നമുക്ക് അന്ന് സോർട്ട് ചെയ്യുക, വാഷ് ചെയ്യുക അല്ലെ, അയൺ ചെയ്യുക. അപ്പൊ അങ്ങനെ ലിനൻസ് പല പ്രോസസ്സുകളും ചെയ്യുന്നു. നെക്സ്റ്റ് റിട്ടേൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റർ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, നമ്മുടെ ലോണ്ടറി സർവീസിനേക്ക് ആവശ്യമായിട്ടുള്ള രജിസ്റ്റേഴ്സ് നിലനിർത്തുക, റിട്ടേൺ ചെയ്യുക. നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലിനൻസ് കൊണ്ടുവരുമ്പോൾ അവർ എഴുതിയൊക്കെ വെക്കും, എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇത്ര ലിനൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവര് തിരിച്ചു കൊടുക്കില്ലേ, ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുമല്ലോ യൂസർ ഡിപ്പാർട്ട്മെന്റിന്. അതൊക്കെ അവർ എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്, രജിസ്റ്ററില് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ സ്റ്റോക്ക് ലിനനിലൊക്കെ സൂക്ഷിക്കുന്ന സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, ഇൻവെന്ററി ഉണ്ടാവോ, ഓരോ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, ലിനൻസ് എത്ര സ്റ്റോക്ക് ഉണ്ട്, ലാബ് കോട്സുകൾ എത്ര സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അതിനൊക്കെ എന്തുണ്ടാവും, റെക്കോർഡ്സുകൾ ഉണ്ടാവുമല്ലോ, രജിസ്റ്റർ റെക്കോർഡ്സുകൾ ഉണ്ടാവും അല്ലെ, സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതിനുള്ള രജിസ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ഏതൊക്കെ സ്റ്റാഫുകളുടെ ഡ്യൂട്ടിക്ക് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഹോസ്പിറ്റലിലെ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രജിസ്റ്റേഴ്സും നമ്മുടെ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകളിൽ നിലനിർത്തുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് the responsibility of the department is to manage technical functions. എന്താണ് നമുക്കറിയാം ലോണ്ടറി സർവീസിൽ പല സാങ്കേതിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ.
ഉണ്ടോ? വാഷ് ചെയ്യുന്നത് വലിയ വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യുന്നത് ഒരു ടെക്നിക്കൽ പ്രോസസ് അല്ലേ? അയൺ ചെയ്യുക, ഡിസിൻഫെക്ഷൻ ചെയ്യുക അല്ലേ? അപ്പൊ ഇതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു മാനേജ് ടെക്നിക്കൽ ഫങ്ഷൻസ്. നെക്സ്റ്റ് ഡിറ്റർമിനിങ് എന്നാണ് കേട്ടോ. ഇതൊന്ന് തിരുത്താം. ഡിറ്റർമിനിങ് ഓഫ് ദ ടൈപ്പ് ഓഫ് ലിനൻ ടു ബി പർച്ചേസ്ഡ്. എന്താണ്? അവര് ഏതൊക്കെ തരത്തിലുള്ള ലിനൻസ് അല്ലെ മെറ്റീരിയൽസ് തുണിത്തരങ്ങള് വാങ്ങിയിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്ന് ഡിറ്റർമിൻ ചെയ്യുക, പറയുക. ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക് അല്ലെ, നമ്മുടെ ലോണ്ടറി സർവീസില് ലിനൻ സർവീസില് എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട് അല്ലെ? ലിനൻസ്, ലാബ് കോട്ട്സുകള് നമുക്ക് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ തുണിത്തരങ്ങളും എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ റെസ്പോൺസിബിലിറ്റീസ്. Requirements for linen vary in various areas and the hospital needs to provide sufficient quantity of linen for circulation as well as first period in storage. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ട് വരുന്ന ലിനൻസിന്റെ അളവിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ, ക്വാണ്ടിറ്റിയില അളവില്ല. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും വേരിയസ് ഏരിയാസ് അല്ലെ, ഓരോ ഏരിയാസിലേക്കും ആവശ്യമായിട്ടുള്ള ലിനൻസിന്റെ ക്വാണ്ടിറ്റിയിലെ അളവില് വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങൾ അനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയില് ലിനൻസ് സർക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? എത്തിച്ചു കൊടുക്ക അല്ലെ, സർക്കുലേഷൻ നടത്താം അല്ലെ, ഡെലിവറി ചെയ്യുക. ഓക്കെ ആയോ? അപ്പൊ ഓരോ ഹോസ്പിറ്റലിന്റെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുടെ ആവശ്യത്തിനനുസരിച്ച്, നീഡ്സിനനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് ലിനനുകള് അല്ലെ, തുണിത്തരങ്ങള് ഡെലിവറി ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ, ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. അപ്പൊ നമ്മ ഓരോ സെക്ഷൻ അല്ലേ, ഇപ്പൊ ഫാർമസി എടുത്തപ്പോ പഠിച്ചു അല്ലെ, ഫാർമസിയുടെ ലൊക്കേഷൻ എവിടെയായിരിക്കണം, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരിക്കണം അല്ലേ? ആണോ? പഠിച്ചോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എടുത്തപ്പോ പഠിച്ചു അല്ലെ, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ലൊക്കേഷൻ അല്ലെ, അവിടെ എവിടെ സ്ഥിതി ചെയ്യണം അല്ലെ. അതേപോലെ നമ്മുടെ ഹോസ്പിറ്റലിലെ ലോണ്ടറി സർവീസിന് പ്രത്യേകമായിട്ടുള്ള ഒരു ലൊക്കേഷനും ഒരു ഡിസൈനിങ് ഉണ്ട്. ഓക്കെ, the laundry should be located in an area that has sufficient daylight and natural ventilation. എന്താണ് ലോണ്ടറി സർവീസ് അല്ലെ, ലോണ്ടറി സർവീസ് ആ ഒരു സെക്ഷൻ സ്ഥിതി ചെയ്യുന്നത് ആവശ്യമായിട്ടുള്ള വെന്റിലേഷൻ അല്ലെ, എയർ ഒക്കെ കിട്ടുന്നതും പിന്നെന്താണ് ഡേ ലൈറ്റ് അല്ലെ, സൂര്യപ്രകാശം കിട്ടുന്നതുമായിട്ടുള്ള ഒരു ഏരിയാസിലായിരിക്കണം. നമുക്കറിയാം നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ തുണികളൊക്കെ സൂക്ഷിച്ചു വെക്കാറില്ലേ അലമാരികളില്? ഉണ്ടോ? അപ്പൊ അതിലെ ആവശ്യത്തിന് കാറ്റും വെളിച്ചവും ഒന്നും കിട്ടിയില്ലെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മ കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു തുണി എടുക്കുമ്പോ, ആ ഒരു ഡ്രസ്സ് എടുക്കുമ്പോ എങ്ങനെയായിരിക്കും? സ്മെല്ല് വരില്ലേ? ഒരു പുത്ത സ്മെല്ല് വരാറില്ലേ? ചിലപ്പോ എന്താണ് വെള്ള കളറില്ല, ഇത് വന്നതൊക്കെ കാണാറുണ്ടോ? പൂപ്പല് പോലെ വെള്ള കളറില്ല, കുറെ ദിവസം എടുത്ത് കഴിയുമ്പോ അല്ലേ? അപ്പൊ അതെന്തുകൊണ്ടാണ്? ആവശ്യത്തിന് വെളിച്ചവും കാറ്റും കിട്ടാണ്ടാവുമ്പോഴാണ് അങ്ങനെ വരുന്നത്. തണുപ്പ് ഈർപ്പിടിക്കുമ്പോ അല്ലെ, മഴക്കാലത്ത് പൊതുവെ അങ്ങനെയല്ലേ, ഡ്രസ്സൊക്കെ അലക്കിയിടുമ്പോ അല്ലെ ഒരു സ്മെല്ല് വരും. അപ്പൊ എന്താണ്, അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ ഈ ലോണ്ടറി സർവീസ് അല്ലെങ്കിൽ ലിനൻ സർവീസ് സ്ഥിതി ചെയ്യുന്നത് ആവശ്യത്തിന് വെന്റിലേഷനും സൂര്യപ്രകാശവും കിട്ടുന്ന ഒരു ഏരിയയിലായിരിക്കണം. ക്ലിയർ ആയോ?
Typically, it should be on the ground floor of an isolated building situated next to or adjacent to the water and power plant away from the main service areas. എന്താണ് ഈ ലോണ്ടറി സർവീസുകൾ നമ്മുടെ സർവീസ് ഏരിയക്ക് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യാൻ പറ്റുമോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെ നമുക്ക് കൊണ്ടുപോയിട്ട് ഈ ലോണ്ടറി സർവീസ് സ്ഥിതി ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. എന്താണ് സൗണ്ട് ഒക്കെ വരുമല്ലോ, വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുമ്പോഴൊക്കെ ഒരുപാട് സൗണ്ട് വരാം അല്ലെ. അത് പേഷ്യൻസിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കോ? അപ്പൊ മെയിൻ ഏരിയാസിൽ നിന്നും മാറി ഒരു ഐസൊലേറ്റ് ചെയ്ത ഒരു ഏരിയാസിലായിരിക്കണം, മെയിൻ ബിൽഡിങ്ങിൽ നിന്നും മാറി ഒരു ഐസൊലേറ്റ് ചെയ്ത ഒരു ഏരിയയിലായിരിക്കണം ടിപ്പിക്കലി അല്ലെ സാധാരണയായി ഈ ലോണ്ടറി സർവീസ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ അവിടുത്തെ ആവശ്യമായിട്ടുള്ള പവർ വേണല്ലേ, കറണ്ട് വേണ്ടേ, വാഷിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അല്ലെ, അയൺ ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് എന്ത് വേണം? കറണ്ട് വേണോ? പിന്നെ എന്താണ്, ഇത് കഴുകണമെങ്കിലോ ഒക്കെ നമുക്ക് എന്ത് വേണം? വെള്ളം വേണല്ലേ, വാട്ടർ വേണ്ടേ? അപ്പൊ എന്താണ് പവർ പ്ലാന്റും എന്താണ് ഇലക്ട്രിസിറ്റിയും വാട്ടറൊക്കെ ലഭ്യമാകുന്ന ഏരിയ കൂടി ആയിരിക്കണം. ഓക്കെ ആണോ? Next, the department should be situated close to the elevators and must permit easy movement of linen to different areas. നമ്മുടെ ഈ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് സ്ഥിതി ചെയ്യുന്നത് എലിവേറ്ററിന്റെ അടുത്തായിരിക്കണം അല്ലെ, ലിഫ്റ്റിന്റെ അടുത്തായിരിക്കണം. എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും എല്ലാ യൂണിറ്റ്സിലേക്കും ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങളെ കൊണ്ട് കൊടുക്കണം അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാ കൊണ്ട് കൊടുക്കുന്നത്? ട്രോളിയിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എലിവേറ്റേഴ്സിന്റെ അടുത്തും നമുക്ക് എന്താണ് ഡിഫറെന്റ് ഏരിയാസിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ എളുപ്പത്തിലുമായിരിക്കണം സ്ഥിതി ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, നെക്സ്റ്റ് പോയിന്റ് എടുത്തോട്ടെ. ഓക്കെ അല്ലേ? ഹോസ്പിറ്റൽ ലോണ്ടറി മാനേജേഴ്സ് specialty items and tasks which mainly include disinfection and infection control of normally stained linen as well as infected linen. അല്ലേ? എന്താണ് ഹോസ്പിറ്റൽ ലോണ്ടറി? എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ, പ്രത്യേകമായിട്ടുള്ള ഐറ്റംസുകൾ, പ്രത്യേകമായിട്ടുള്ള ടാസ്കുകൾ ചെയ്യുന്നുണ്ട് അല്ലെ, ജോലികൾ ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ്? ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുക അല്ലെ, അണുവിമുക്തമാക്കുക, ലിനൻസിൽ വന്നിരിക്കുന്ന എന്താണ് ഇൻഫെക്ഷൻസിനെ നശിപ്പിച്ചു കളയുക അല്ലെ, ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ, എന്താണ് കറയായിട്ടുള്ള അല്ലെ, മലിനമായിട്ടുള്ള സ്റ്റെയിൻ ആയിട്ടുള്ള മലിനമായിട്ടുള്ള തുണിത്തരങ്ങളിലെ എന്താണ് ഇൻഫെക്ഷൻസ് ലിനൻസിൽ എന്താണ് ഡിസ്ഇൻഫെക്ഷൻ നടത്തുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ലോണ്ടറി സർവീസിന്റെ ആണ് അല്ലെ. അപ്പൊ ലോണ്ടറി സർവീസ് എന്ന് പറഞ്ഞാല് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസും സ്പെഷ്യൽ ടാസ്കുകളും ജോലികളും ഉൾപ്പെടുന്നു. There should be separate infection areas from the reception areas. എന്താണ് റിസപ്ഷൻ ഏരിയാസിന്റെ അടുത്താവാൻ പാടില്ല അല്ലേ? പാടുണ്ടോ? ഈ നമ്മുടെ റിസപ്ഷൻ എന്താണ് അതിന് മാറിയിട്ട് വേണം അല്ലെ, അതിൽ നിന്ന് മാറിയിട്ടൊക്കെ വേണം ഈ ഡിസ്ഇൻഫെക്ഷൻ ഏരിയാസ് സ്ഥിതി ചെയ്യുന്നത്. There should be sufficient power, sufficient quantity of steam as well as correct temperature. നമ്മൾ പറഞ്ഞു ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്യാലോ, ലിനൻസ് ഒക്കെ സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്യാലോ, ചെയ്യാമോ? അപ്പൊ എന്ത് ചെയ്യണം? അതിനാവശ്യമായിട്ടുള്ള സഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റീമും അല്ലെ, സഫിഷ്യന്റ് പവർ അല്ലെ, കറണ്ടും അവിടെ ഉണ്ടായിരിക്കണം, കറക്റ്റ് ടെമ്പറേച്ചറിൽ അവിടെ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? മിസ് എടുത്ത ഭാഗം ഓക്കെ ആണോ? ഓക്കെ മിസ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്.
ബാക്കി ഈ ചാപ്റ്ററിന്റെ ബാക്കി എടുക്കുന്നത് അപർണ മിസ് ആയിരിക്കും കേട്ടോ. ലോണ്ടറി സർവീസിന്റെ ബാക്കി എടുക്കുന്നത് അപർണ മിസ് ആയിരിക്കും. മിസ് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ മിസ് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ് എല്ലാവർക്കും. ഓക്കെ, സഹ്റാക്ക് ചാപ്റ്റർ കിട്ടിയില്ലേ? സഹ്റ മിസ്സിന്റെ ചാപ്റ്റർ നമ്പർ 19 ആണ് കിടക്കുന്നത്. ഇനിയില്ലേ മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ്. മിസ്സിന് ചാപ്റ്റർ നമ്പർ അറിയില്ല, നിങ്ങളൊന്ന് നോക്ക്. ലാസ്റ്റ് സെക്ഷൻ ആണ്, 4th മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ലാസ്റ്റ് സെക്ഷനാ വരുന്നത്. നിങ്ങളുടെ മിസ്സിന്റെ പ്രിന്റിൽ കിടക്കുന്നതും നിങ്ങളുടെ കിടക്കുന്നതും വ്യത്യാസമുണ്ട് നമ്പേഴ്സിൽ കേട്ടോ. ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയ ചാപ്റ്റർ എടുക്കാം കേട്ടോ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, ma'am.